നമസ്കാരം എല്ലാ വറ്റും വെള്ളം കാണുന്ന വ്യൂവേഴ്സിനും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞു പരിശ്രമത്തിലാണ്. കുക്കിംഗ് അങ്ങനെ അധികം ചെയ്യാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് അധിക സമയം കിച്ചണിൽ ചിലവഴിക്കാൻ എന്നെപ്പോലെ ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നല്ല അടിപൊളി ഡിഷ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നമുക്ക് നോക്കാം ഇതെന്താവും എന്നുള്ളത്. ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് വെളുത്തുള്ളി ഒരു ഫുൾ 12 അല്ലിയോളം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇഞ്ചിൻ്റെ പീസ്, ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് അരച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കും. ചിക്കൻ ഞാൻ കാണിച്ചു തരാം, മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം, ഉപ്പും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. വലിയ പണിയൊന്നുമില്ല, ഇതും കൂടെ കഴിഞ്ഞാൽ സംഭവം ഇപ്പം തന്നെ റെഡിയാവും. അത് വേവേണ്ട ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഞാനിങ്ങനെ നടുവും മുറിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, നന്നാക്കും, എന്നാൽ വേഗത്തിൽ സംഭവം നടക്കും. ഇത് വെളുത്തുള്ളി നന്നാക്കി വെച്ചത്. 3 ബോണില്ലാത്ത 3 ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ പീസ്, ഇതിന് കട്ട് ചെയ്യണ്ട. പക്ഷെ മസാല പുരട്ടുമ്പം ഇതിൽ പിന്നെ ഇങ്ങനെ വര ഇട്ട് കഴിയുമ്പം മസാല അതിൻ്റെ ഉള്ളിൽ പിടിക്കുമല്ലോ. അപ്പം നമുക്കങ്ങനെ വരഞ്ഞിട്ട് വേണം ഇടാൻ. ഇതിപ്പോൾ ഞാൻ എടുത്തത് ചിക്കൻ ബോണില്ലാത്ത പീസാണ്. ബോണുള്ള പീസായാലും കുഴപ്പമില്ല, ഒരു ഹാമർ എടുത്തിട്ട് ഒന്ന് അടിച്ച് പരത്തിയാൽ മതി. നല്ല ഒരേപോലെ എല്ലാ സ്ഥലത്തും വെന്ത് കിട്ടും. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയുടെ ജാറിലിട്ടു. ഇത് നല്ല പേസ്റ്റായിട്ട് അരയണം. എന്നിട്ട് നമുക്ക് അത് മാരിനേറ്റ് ചെയ്യണം, ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. ഈ ചിക്കന് നമുക്ക് ഓരോ വരയിട്ട് കൊടുക്കാം. ഇത് ഒരുപോലെ ഉള്ളത്, എവിടെയും നടുവിൽ ഇത് ബോൺലെസ് പീസ് ആയതുകൊണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ടെങ്കിൽ ഒരു അടി വെച്ച് കൊടുത്തൊന്ന് പരത്തിയാൽ മതി. അപ്പോൾ ഒരേപോലെ ആയിക്കോളും. ഒരുപോലെ ആകുമ്പോൾ എല്ലാ സ്ഥലത്തും വേവ് കറക്റ്റായിട്ട് വരുമല്ലോ. വേറെ ഒന്നും ഇതിന് ചേർത്തിട്ടില്ല ചിക്കന്. ഇത് കഴുകി വെച്ച ചിക്കൻ പീസ് വരഞ്ഞു. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഓക്കെ. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളെ കുക്കിംഗ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. എരിവിനുള്ള കുരുമുളക് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ കുരുമുളകും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കണം. മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ട് സ്പൈസി എത്ര സ്പൈസ് വേണം എന്നുണ്ടോ അത്രയും കുരുമുളക് ഇടാം. ക്രഷ് ചെയ്ത കുരുമുളക് ലാസ്റ്റ് നമ്മൾ ഇടും. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചാൽ അതിന് കണക്കായ ആവശ്യമുള്ള കുരുമുളക് ഇട്ട് ഇത് അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് പോകാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയത്ത് ഞാനിവിടെ 3 സവാള വലുതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, തക്കാളി. നിങ്ങൾക്ക് എന്താ വെജിറ്റബിൾസ് വേണ്ടത് അത് എടുത്തിട്ട് ഇത് ഫൈനലി ഒന്ന് ഗാർണിഷ് ചെയ്യാനാണ്. ഈ സംഭവം ആയിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലിടാനാണ്. പച്ചമുളക് കീറിയത്, തക്കാളി. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല, പിന്നെ അതിൽ അവസാനം ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ ആവാനായിട്ടുണ്ട്. അപ്പം ചിക്കൻ നമുക്ക് ആവിക്ക് വെക്കണം. അതിന് പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ആവി പാത്രം വന്നത്. ഇതിന് പകരം ഇഡ്ഡലി കുക്കറാണെങ്കിലും ഇഡ്ഡലി പാത്രമാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം തിളക്കട്ടെ. ആ സമയമാകുമ്പോഴത്തേക്ക് അരമണിക്കൂറാവും. നമുക്ക് എന്നിട്ട് ഈ ചിക്കൻ ഈ ചിക്കൻ എടുത്തിട്ട് ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചു. ഈ ചിക്കൻ്റെ കൂടെ നമ്മൾ ഒരു നേരിയ സ്ലൈസ് ബട്ടർ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ ഇത് കുറച്ചും കൂടി അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ആവും എന്നാണ് വിശ്വാസം. അങ്ങനെ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. നമുക്ക് ഈ ചിക്കൻ ഇതൊരാൾക്ക് ഒന്ന് സെർവ് ചെയ്യുന്ന പാകത്തിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 3 ആൾക്കുള്ളതാണ് 3 പീസ് എടുത്തത്.
ഇത് നന്നായിട്ട് പൊതിഞ്ഞ് ഇതിനെ ആവിക്ക് വെക്കണം. ഇങ്ങനെ 3 പീസും റിപ്പീറ്റ് ചെയ്യാം. ഏകദേശം വെള്ളം തിളച്ചിട്ടുണ്ട്, ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞു വെച്ച ചിക്കൻ ഇതിൽ വെക്കാം. ആ വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും സവോളയും കൂടെ ഇട്ട് ഒന്ന് ആവിക്ക് കയറ്റി കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുമ്പം നല്ല ആവി കയറ്റിയ ഈ ഒരു വെജിറ്റബിൾസും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അതും കൂടെ അതിൻ്റെ മുകളിൽ പൊതിഞ്ഞ് വെക്കുന്നുണ്ട്. ഏകദേശം 30 അല്ല 40 മിനിറ്റോളം ഇതിപ്പം ആവിക്ക് വെച്ചിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇത് നമ്മൾ ആദ്യം വെച്ച വെജിറ്റബിൾസ് വറ്റും വെള്ളം റിയൽ ഷെഫിൻ്റെ ഹെൽപ്പോടെ ബാക്കിയുള്ള ചിക്കൻ എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ സ്റ്റീം ചെയ്ത് എടുത്ത് വെച്ച ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. നല്ല മണം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ. ഇത് അധികം മസാലയൊന്നുമില്ല, ഇല്ലാത്തൊരു ഡിഷാണിത്. നമുക്ക് ഇതിൽ ഒരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം, ഇതങ്ങനെ അധികം ഫ്രൈ ആവണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്യുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കണം. ഇതൊരു ഡ്രൈ ഡിഷാണ്. ചപ്പാത്തി, കുബൂസ് ഇങ്ങനത്തേൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും അങ്ങനെ ഒരു ഡ്രൈ, അധികം മസാല ഇല്ലാത്ത ഒരു ഫുഡ് കഴിക്കാൻ തോന്നുമ്പോൾ ട്രൈ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. ജസ്റ്റ് ആ മേലത്തെ ഭാഗം ഒന്ന് ആയാൽ മാത്രം മതി. ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട. എന്നിട്ട് നമുക്ക് ഈ സൈഡിലും പെപ്പർ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ബട്ടറും ഗാർലിക്കും എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള കഴിക്കാനുള്ള സാധനം കൂടെ എടുത്ത് വെച്ച് റെഡിയാക്കാം. ഇത് നമ്മൾ നേരത്തെ ചിക്കൻ്റെ കൂടെ വെച്ച സവാളയും ക്യാരറ്റും. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഇതിപ്പം ഞാൻ എളുപ്പത്തിൻ്റെ ഒരാളായതുകൊണ്ട് കുബൂസ് ഉണ്ട്, അറബിക് ബ്രെഡ് ഉണ്ട്. നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും സവാള, പച്ചമുളക്, തക്കാളി, പിന്നെ ഇതിൻ്റെ കൂടെ മുത്തബല്ലോ അമൂസോ അല്ലെങ്കിൽ മയണീസോ അങ്ങനെ എന്തെങ്കിലും കൂടെ ചേർത്ത് ഒരു ഡിന്നറോ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആയത്. അപ്പം നന്ദുവിന് ഇത് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ നന്ദു? വെറുതെ പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ഡിഷസ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മാത്രമേ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള സിമ്പിൾ ഡിഷസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.